നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മാക്രോ എക്കണോമിക്സിലെ ഇൻഡിഫറൻസ് കർവ് അതുപോലെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്നുള്ള പോർഷനാണ്. ഈ പോർഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 8 മാർക്കിലേക്ക് വരുന്നതാണ്. കഴിഞ്ഞ കുറച്ച് എക്സാമുകളിൽ 8 മാർക്കിന് ഈ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്താണെന്ന് 5 മാർക്കിനും ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് ഒരു 3 മാർക്കിനും കൂടി ചേർത്തിട്ട് 8 മാർക്കിന് കഴിഞ്ഞ എക്സാമുകളിലെല്ലാം ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ടോപ്പിക്ക് പഠിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എന്താണ് ഇൻഡിഫറൻസ് കർവ്? ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഇസ് എ കർവ് ജോയിനിങ് ഓൾ ദി കൺസംഷൻ ബണ്ടിൽ between consumers are indifferent and get the same level of satisfaction. എന്താണ് ആ ഒരു കുറച്ച് കൺസംഷൻ ബണ്ടിലുകൾ ആ ഇൻഡിഫറൻസ് കർവിലുണ്ട്. ആ കൺസംഷൻ ബണ്ടിലുകൾ അല്ലെങ്കിൽ ആ ഉപഭോഗ ബണ്ടിലുകളുടെ പ്രത്യേകത എന്താ? അതിലങ്ങനെ പ്രത്യേകിച്ച് കൺസ്യൂമർ ഇങ്ങനെ നോക്കി തിരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കൺസ്യൂമർ അതിൽ ഇൻഡിഫറൻ്റ് ആണ്. അതിലെ ആ ബണ്ടിലുകളിൽ ഏത് ബണ്ടിൽ എടുത്താലും കൺസ്യൂമറിന് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ കിട്ടുന്നത്. അങ്ങനെയുള്ള ബണ്ടിലുകളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബണ്ടിലുകൾ എല്ലാം നമ്മൾ ഇത് ഒരു ബണ്ടിലാണെന്ന് വിചാരിക്കാം, ഇതാണെന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ അതെല്ലാം കൂടി കൂട്ടി വരച്ച് ഒരു കർവ് വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇനി ഒന്നിലധികം ഇൻഡിഫറൻസ് കർവ് ഉണ്ടെങ്കിൽ, അതായത് ദ ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, അതിനെയാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡിഫറൻസ് കർവ് പിന്നെ 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 അങ്ങനെ. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ മുകളിലേക്ക് പോകും തോറും കൺസ്യൂമർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടി വരും. ഏറ്റവും മുകളിലത്തിലേതുള്ള ബണ്ടിലായിരിക്കും കൺസ്യൂമറിന് എപ്പോഴും താല്പര്യം ഉണ്ടാവുക. സോ നോക്കാം, ഇൻഡിഫറൻസ് മാപ്പ് ഇതേപോലെ വരയ്ക്കണം. IC1, IC2, IC3. അപ്പോൾ ഈ ഒരു ഇൻഡിഫറൻസ് കർവിലായിരിക്കും കൺസ്യൂമർക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുക. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. നോക്കി, ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ആർ നോർമലി കോൺവെക്സ് ടു ഒറിജിൻ. കേട്ടോ, ഒറിജിനോട് കോൺവെക്സ് ഷേപ്പാണ് ഇതിന് ഉള്ളത്. ദെൻ ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഈ ഇൻഡിഫറൻസ് കർവിലുള്ളതിനേക്കാളും സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഈ ഇൻഡിഫറൻസ് കർവിൽ ഉണ്ടാകാം. സോ മുകളിലേക്ക് പോകുന്തോറും കൺസ്യൂമർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടി വരും. ദെൻ ഇൻഡിഫറൻസ് കർവ്സ് ഡു നോട്ട് ഇൻ്റർസെക്ട് ഈച്ച് അതർ. ഇതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടില്ല. ഇതിങ്ങനെ എന്തോരം നീണ്ടു പോയാലും അങ്ങനെ പോകുള്ളൂ, ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഈ 3 കാര്യങ്ങളാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. അടുത്തത് നമുക്ക് ഏത് നോക്കാം? കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം നോക്കാം. എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം? കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഈസ് ദാറ്റ് പോയിന്റ്, ഒരു പോയിന്റ് ആണ് അറ്റ് വിച്ച് ദ ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ദി ഇൻഡിഫറൻസ് കർവ്. ഇത് ബഡ്ജറ്റ് ലൈൻ. ഈ ബഡ്ജറ്റ് ലൈനിനോട് ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ ടാൻജന്റ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ടാൻജന്റ് ആയിട്ട് വരാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരൊറ്റ പോയിന്റിലേ മുട്ടിയിട്ടുള്ളൂ. ഇങ്ങനെ പോകുമ്പോൾ ഒറ്റ പോയിന്റിലല്ലേ മുട്ടുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ ടാൻജൻസി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ആ ഒരു ടാൻജന്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു പോയിന്റ്, ഈ എന്ന് പറയുന്ന പോയിന്റ് നോക്കി, ബഡ്ജറ്റ് ലൈനിനോട് ഈ ഒരു ഇൻഡിഫറൻസ് കർവ് ടാൻജന്റ് ആയിരിക്കുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ എന്ന് പറയുന്ന പോയിന്റ്, അതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഓക്കെ, ആ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിൽ ഒരു കൺസംഷൻ ബണ്ടിലുണ്ട്. ആ ബണ്ടിലാണ് കൺസ്യൂമർ എപ്പോഴും താല്പര്യപ്പെടുക. കൺസ്യൂമർ അതായിരിക്കും പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മളോട് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് എഴുതണം? നമ്മൾ ബഡ്ജറ്റ് ലൈനിനെ പറ്റിയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു, അതിനെ പറ്റിയിട്ട് എഴുതണം. അതിനുശേഷം നമ്മൾ എന്ത് എഴുതണം? ഇൻഡിഫറൻസ് കർവിനെ പറ്റിയിട്ട് എഴുതണം. കാരണം എന്താ, 5 മാർക്കിലേക്ക് നമുക്കിത് എഴുതി നിറച്ച് വെക്കണ്ടേ. ഇൻഡിഫറൻസ് കർവിനെ പറ്റിയിട്ട് എഴുതണം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂടി കൂട്ടിമുട്ടുമ്പോഴാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ആവുന്നതെന്ന് പറഞ്ഞിട്ട് അത് എഴുതി ഈ ഒരു പിക്ചർ കൂടി വരച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക? 8 മാർക്കിന് ഈ ഒരു ആൻസർ ആകുള്ളൂ. എന്നാലാണ് നമുക്ക് 8 മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ഇത്രയും മാത്രം എഴുതി കഴിഞ്ഞാൽ 8 മാർക്ക് കിട്ടില്ല. ഓരോന്നും എന്താണെന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഏറ്റവും ലാസ്റ്റ് ഈ ഡയഗ്രാം കൂടി ചേർത്തിട്ട് വരച്ച് എഴുതി കഴിഞ്ഞാലാണ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇൻഡിഫറൻസ് കർവ് എന്താണെന്നും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, ഉപഭോക്താക്കളുടെ സന്തുലിതാവസ്ഥ, ഇക്വിലിബ്രിയം അതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.